മുതിർന്ന CPM നേതാവ് ജി സുധാകരനെതിരായ അശ്ലീല പരാമർശത്തിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം അറസ്റ്റിൽ. അമ്പലപ്പുഴ കിഴക്ക് ലോക്കൽ കമ്മിറ്റി അംഗം M. മിഥുനെയാണ് അറസ്റ്റ് ചെയ്തത്. രമേശ് ചെന്നിത്തലയുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനെ പ്രശംസിച്ചതിന്റെ പേരിലായിരുന്നു അധിക്ഷേപം. പിന്നാലെ സുധാകരൻ പരാതി നൽകിയിരുന്നു. അറസ്റ്റ് ചെയ്ത ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, എന്തൊക്കെ വിവരങ്ങൾ? കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നയിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിനെ പ്രശംസിച്ച് സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റിന് താഴെയാണ് CPM ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ എത്തി അധിക്ഷേപ പരാമർശം നടത്തിയത്. ഇതിൽ പരസ്യമായി അസത്യം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ കാരണം കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ആദ്യം പാർട്ടിയോട് പലതവണ പറഞ്ഞിട്ടും ഒരു വിശദീകരണം പോലും ചോദിച്ചിട്ടില്ല എന്ന് ജി സുധാകരൻ, അതായത് ഇതിനു മുമ്പും അദ്ദേഹത്തെ സൈബർ മേഖലയിൽ അറ്റാക്ക് ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ പാർട്ടിയോട് പറയുമ്പോഴൊക്കെ മുഖം തിരിച്ചു നിന്ന് കൂടി പ്രതിഷേധിച്ചാണ് അദ്ദേഹം പോലീസിൽ പരാതി നൽകിയത്. പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് മിഥുന്റെ ഫോൺ പിടിച്ചെടുക്കുകയും മിഥുനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ജി സുധാകരൻ കൂടാതെ മന്ത്രി V. ശിവൻകുട്ടി നേരത്തെ തിരുവനന്തപുരത്ത് ഇതേ പരിപാടി രമേശ് ചെന്നിത്തല സംഘടിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പ്രശംസിച്ച് രംഗത്ത് വന്നിരുന്നു. അതൊക്കെ മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. V. ശിവൻകുട്ടി പരസ്യമായി പോസ്റ്റ് ചെയ്തിരുന്നു. ഒരു ലഹരി വിരുദ്ധ പരിപാടി എന്ന അർത്ഥത്തിൽ അത് പ്രശംസനീയമാണ്, അത് സർക്കാർ ചെയ്യുന്ന പരിപാടിക്ക് പിന്തുണ നൽകുകയാണ് രമേശ് ചെന്നിത്തല എന്ന നിലപാടാണ് CPMന്റെ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും ഒക്കെ ഉള്ളത്. അങ്ങനെ ഇരിക്കെ തന്നെ മാത്രം അധിക്ഷേപിക്കുന്നത് ഒരു അസഹിഷ്ണുതയുടെ ഭാഗമാണ് എന്ന ഒരു വിലയിരുത്തലിന്റെ കൂടി ഭാഗമാണ് ജി സുധാകരൻ പരസ്യമായി പാർട്ടി നേതാക്കൾക്ക്, അതായത് പ്രാദേശിക നേതാക്കൾക്കെതിരെ പോലീസിൽ പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തനിക്കെതിരെയുള്ള അസഹിഷ്ണുത അവസാനിപ്പിക്കണം എന്നതിൽ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം പോലീസിൽ മുന്നിലേക്ക് എത്തുകയും മിഥുനെ അറസ്റ്റ് ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തത്. ജിൽസി.